നടപടി ഉണ്ടായിരിക്കുന്നു, സസ്പെൻഷൻ നടപടി ഉണ്ടായിരിക്കുന്നു. ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ പ്രതാപചന്ദ്രന്റെ പ്രതികരണം ഉണ്ടായിരുന്നു. ഇത് പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ച കേസിൽ എന്നൊക്കെയാണ്. അതായത് ഒരു കഥയുടെ സൂചന അവിടെ നൽകുന്നുണ്ട്. അപ്പോൾ വിശദമായ അന്വേഷണം ഇക്കാര്യത്തിൽ വേണ്ടിവരും. നമുക്കറിയാം, ഇപ്പോൾ പോലീസുകാർക്കെതിരെ സസ്പെൻഷൻ നടപടിയൊക്കെ എടുത്താലും പരമാവധി അവരെ സംരക്ഷിക്കുന്ന ഒരു സമീപനമാണ് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ സംവിധാനത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക. അതുകൊണ്ട് അത്രയും ജാഗ്രതയോടുള്ള ഒരു ഇടപെടലും അന്വേഷണം ഇക്കാര്യത്തിൽ പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും. കാരണം ഇത് ഒരു തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ കുറച്ചുകൂടി ഗൗരവത്തിലെടുക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്നു. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിന് മോശം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു വാർത്തയാണെന്ന് പുറത്തു വന്നിരിക്കുന്നത്. കാരണം ഈ ഗവൺമെന്റിന്റെ കാലത്ത് പലപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥരുടെ നടപടികൾ വിമർശന വിധേയമായിട്ടുണ്ട്. കുറേയധികം ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാർ നടപടിയെടുത്തിട്ടുണ്ട്. ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള ക്രിമിനൽ സ്വഭാവം കാണിക്കുന്ന ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചു വിട്ടിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷവും ഇത്തരം ഈ ഇടിയൻ പോലീസുകാർ ലോ ആൻഡ് ഓർഡർ സംവിധാനത്തിൽ പ്രത്യേകിച്ച് നേരിട്ട് ജനങ്ങളുമായി ഇടപെടുന്ന പോലീസ് സ്റ്റേഷനുകളിൽ തുടരുന്നു എന്നുള്ളത് ഈ ഒരു ദൃശ്യം പുറത്തു വന്നതോടുകൂടി വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഈ ഉദ്യോഗസ്ഥനെതിരെ കൂടുതൽ നടപടികൾ ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇന്നിപ്പോൾ ഉത്തരവ് അല്പസമയത്തിനകം പുറത്തിറങ്ങും. ആ ഉത്തരവ് ലഭിച്ചു കഴിയുമ്പോൾ അതിനകത്ത് എന്താണ് തുടരന്വേഷണത്തിന് ആരെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാവുകയും ഇപ്പോൾ ദക്ഷിണ മേഖല IG ശ്യാംസുന്ദറാണ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. ADGPയുടെ നിർദ്ദേശപ്രകാരം പ്രാഥമികമായ ഒരു അന്വേഷണം നടത്തി ഈ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ട ദൃശ്യങ്ങൾ കൂടി പരിശോധിച്ച ശേഷമാണ് ഒരു നടപടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സസ്പെൻഷൻ നടപടിയാണ്. അതിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യം നാളെ ഇപ്പോൾ പോലീസ് ആസ്ഥാനത്ത് നിന്ന് അത് സംബന്ധിച്ച് കൂടുതൽ വിശദീകരണം ഉണ്ടാവുകയും ചെയ്യും. ഏതായാലും ഈ ദൃശ്യങ്ങൾ വരുന്നതിന് മുൻപ് വരെ പോലീസ് ചമച്ചിരുന്ന കള്ളക്കഥയാണ്. അത് യുവതിക്ക് എതിരായ ഒരു കേസിലാണ് അത് പര്യവസാനിച്ചത്. കാരണം ഈ പോലീസ് സ്റ്റേഷനിൽ ഇത്തരം പ്രശ്നം ഉണ്ടാവുകയും PI കർണത്തടിക്കുകയും ചെയ്തു. അന്ന് യുവതി പറഞ്ഞുള്ള കാര്യങ്ങൾ മാത്രമാണ് പുറത്ത് അറിയാവുന്നത്. അപ്പോൾ പോലീസ് പറഞ്ഞത് അങ്ങനെയല്ല സംഭവിച്ചത്. യുവതി പറയുന്നത് കള്ളമാണ്. ഈ യുവതി കുട്ടികളുമായി പോലീസ് സ്റ്റേഷനിലെത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. അതുപോലെ തന്നെ അവിടെ സ്റ്റേഷനിൽ വലിയ അക്രമത്തിന് നേതൃത്വം നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ ആണ് അവർക്കെതിരെ നടപടിയെടുത്തത്. ഷൈമോൾക്കെതിരെ അതിന്റെ പേരിൽ കേസെടുക്കുകയും ചെയ്തിരുന്നു. പിന്നീട് 1 വർഷം നീണ്ടുനിന്ന നിയമ പോരാട്ടമായിരുന്നു ഷൈമോളും കുടുംബവും നടത്തിയത്. അതിന്റെ ഭാഗമായിട്ടാണ് കോടതി ഇടപെടലിൽ ഈ CCTV ദൃശ്യം അവർക്ക് ലഭിച്ചത്. അതിന്ന് മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുകയും ചെയ്തു. ഇതിന് സമാനമായിരുന്നു തൃശ്ശൂരിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ ക്രൂരമായ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ നേരത്തെ മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടത്. അന്നും ആ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷം, അതും എത്രയോ കാലത്തിന് ശേഷം ആണ് ആ ഉദ്യോഗസ്ഥനെതിരെയും നടപടി ഉണ്ടായത്. ഏതായാലും ഇത്തരം ഈ CCTV ദൃശ്യങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിട്ടും ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഇത്തരം മോശം പെരുമാറ്റം ഉണ്ടാകുന്നത് വലിയ ആശങ്കാജനകമായ കാര്യമാണ്. മാത്രമല്ല, പരാതി ഉണ്ടാകുമ്പോൾ മേലുദ്യോഗസ്ഥർ ആ CCTV ദൃശ്യങ്ങൾ അപ്പോൾ പരിശോധിച്ച് കർശനമായ നടപടിയെടുക്കുന്നതിൽ വലിയ വീഴ്ച വരുത്തുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. അതാണിപ്പോൾ ഈ ദൃശ്യം പുറത്തു വന്നപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ വരുമ്പോൾ അന്ന് വീഴ്ച വരുത്തിയ മേലുദ്യോഗസ്ഥർക്കെതിരെ കൂടി നടപടി ഉണ്ടാകുമോ എന്നുള്ള കാര്യവും ഇനി വ്യക്തമാകേണ്ടതുണ്ട്. ഏതായാലും തൽക്കാലം ആ CIAക്കെതിരെ സസ്പെൻഷൻ നടപടി എടുത്തുകൊണ്ട് തൽക്കാലം ആഭ്യന്തര വകുപ്പ് മുഖം രക്ഷിച്ചിട്ടുണ്ട്. ഇനി ഈ ഉദ്യോഗസ്ഥനെ നേരത്തെ തന്നെ അച്ചടക്ക നടപടി എടുക്കുന്നതിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമോ എന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. അത് സംബന്ധിച്ച് ഇനി ഈ കുടുംബം കൂടുതൽ നിയമ നടപടിയിലേക്ക് പോകുമോ എന്നുള്ള കാര്യവും അറിയേണ്ടതുണ്ട്. ഏതായാലും ഈ ദൃശ്യങ്ങൾ ഇന്ന് മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടു. മണിക്കൂറുകൾക്കകം മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടുകയായിരുന്നു. DGPയോട് കർശനമായ നടപടിയെടുക്കാനാണ് നിർദ്ദേശം നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ADGP IG-യോട് അന്വേഷണം നടത്തി നടപടിയെടുക്കാൻ നിർദ്ദേശിച്ചത്. ഇപ്പോൾ സസ്പെൻഷൻ തീരുമാനം ആയിരിക്കുന്നു. ആ ഉത്തരവ് അല്പസമയത്തിനകം പുറത്തിറങ്ങും. ശരി, RN ദർശനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.